എവിടെ നിന്ന് അതൊക്കെ പഠിച്ചത്? ബുഖാരി ഒന്നും ഓതിയിട്ടില്ലേ? അന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയിണ്ടാവും ചിലപ്പോ. ഇതല്ലേ പണി. ബുഖാരി ഒരു വട്ടം വായിച്ചവന് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ വാദം? ബുഖാരിയാ ഹുവ അഅ്ലമു മിൻക. പേരോടൊന്ന് അർത്ഥം വെക്കട്ടെ. ഇത് ഹുവ അഅ്ലമു മിൻക. ബുഖാരിയാണ് മൗലവി. ഏടെന്നാ ദീന് പഠിച്ചത്? ഹുവ, നിങ്ങളാ തേടിപ്പോകുന്ന അടിമ, അഅ്ലമു മിൻക, നിങ്ങളെക്കാൾ വിവരമുള്ള ആളാണ്. ഇയാള് പറഞ്ഞു വിവരമൊക്കെ ആർക്കാനാ? അതിനെത്രയോ സ്ഥാനത്താണ് സയ്യിദുൽ ഖൗമ്. അപ്പൊ ബുഖാരി തന്നെ നോക്കിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ താഴ്ത്തുക എന്നുള്ളത് അബദ്ധമായ വാദമാണ്. ഈ വാദം കൊണ്ട് തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ദായിറയിൽ നിന്ന് ഈ വാദിച്ച വ്യക്തി പുറത്തു പോയിരിക്കുന്നു. കാരണം ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിൽ താരതമ്യം നടത്തി ഇന്നുവരെ ഉള്ള എല്ലാ ഉലമാഉം പറഞ്ഞതിന് എതിരായ ഘടകവിരുദ്ധമായ വാദമാണ്. സ്വഹാബികൾ മുതൽ താബിഉകൾ മുതൽ അതിനുശേഷമുള്ള എല്ലാവരും പറഞ്ഞതിന് വിരുദ്ധമായ അബദ്ധമായ വാദമാണ്. ഒരു സംശയവും ഇതിലില്ല. ഈ വാദം കൊണ്ട് തന്നെ ആ വാദിച്ച വ്യക്തികൾ അടക്കം ഇതൊക്കെ ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരെല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് അറിയിക്കാൻ ആദ്യം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. ഈ വാദങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെ പണ്ടുകാലം മുതൽക്ക് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞു പോരുന്നുണ്ട്. അതിൽ ബുഖാരി ഓതിയിട്ടില്ലേ എന്നാണ് ചോദ്യം. ബുഖാരി, ലോക പ്രശസ്തമായ ബുഖാരിക്കുള്ള ശറഅ് ഏറ്റവും കൂടുതൽ ബുഖാരിയെ മനസ്സിലാക്കിയ വ്യക്തി അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അൽ ഹാഫിദ് ദുനിയ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ആ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹിയുടെ ഫത്ഹുൽ ബാരിയാണ് എന്റെ കയ്യിലുള്ളത്. വളരെ കൃത്യമായി ഈ വാദം ഇന്ന് ഈ സാവിയത്ത് സൂഫിയയുടെ പേരിൽ വരും എന്ന് നോക്കിക്കണ്ടതുപോലെയുണ്ട് ഇബ്നു ഹജർ തങ്ങളുടെ വാക്കുകൾ. ഞാൻ അത് മാത്രം വായിക്കുകയാണ്, വേറെ ഒന്നും പറയുന്നില്ല. കാരണം അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാം കേറി മറുപടി പറയുന്നത് അത് കേട്ടായിരിക്കും. എന്താ പറഞ്ഞത്? വഖാലി ബാലിൽ ജഹല അന്നൽ ഖിളറ അഫ്ളലു മിൻ മൂസ തമസ്സുകൻ ബിഹാദിഹിൽ ഖിസ്സ വബിമസ്തമലത് അലൈഹി. ഈ ഒരു സംഭവം ഖിളർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇടയിലുണ്ടായ ഈ സംഭവത്തെ ചൊല്ലിക്കൊണ്ട് ചില ജാഹിലിങ്ങൾക്ക് പിഴവ് പറ്റി. എന്താണ് അവർ പറഞ്ഞത്? ഖിളർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ശ്രേഷ്ഠരായ നബിയാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠ സ്ഥാനത്തിലാണ് എന്നാണ് അവർ പറഞ്ഞത്. ഈ വാദം ഉണ്ടായത് എങ്ങനെ? വാദ ഇന്നമാ യസ്തുറു മിമ്മൻ ഖസുറ നദറുഹു. ചിന്തയുടെ പ്രശ്നമാണ്, ബുദ്ധിയിലുണ്ടായ പ്രശ്നം കൊണ്ടാണ് ഇത് ഉണ്ടായത്. മാത്രവുമല്ല അവരെന്താക്കിയില്ല, ഈ വാദിക്കുന്ന വ്യക്തികൾ വലം യൻദുർ ഫീമാ ഖസല്ലാഹു ബിഹി മൂസാ അലൈഹിസ്സലാം മിനർ റിസാല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പ്രത്യേകമാക്കിയിട്ടുണ്ടല്ലോ പല കാര്യങ്ങൾ കൊണ്ട്. അതൊന്ന് മിനർ റിസാലത്തി, പ്രവാചകത്വം കൊടുത്തിട്ടുണ്ട്. അത് ഖിളർ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിട്ടില്ല. വസമാഇ കലാമില്ലാഹി, അള്ളാഹുവിന്റെ കലാം കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഖിളർ നബി അലൈഹി സ്വലാമിന് ഉണ്ടായതായി അറിയപ്പെട്ടിട്ടില്ല. വയഅതാഇ തൗറാത്ത, തൗറാത്ത് നൽകിയിട്ടുണ്ട്. ഫിഹാ, എങ്ങനെയുള്ള തൗറാത്താണ്? ഇൽമു കുല്ലി ഷൈഇൻ, എല്ലാ അറിവുകളുമുള്ള തൗറാത്ത് നൽകിയിട്ടുണ്ട്. അതെന്തായാലും ഖിളർ അലൈഹി സ്വലാമിന് നൽകപ്പെട്ടിട്ടില്ല. وإن أنبياء بني إسرائيل كلهم داخلون تحت شريعته ويخاطبون بحكم نبوته حتى عيسى. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ഒന്നടങ്കം ബനൂ ഇസ്രായേൽ നബിമാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തും ഇത്തിബാഉം അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വഅദില്ലതു ദാലിക ഫിൽ ഖുർആനി കസീറ, ഖുർആനിൽ അതിന് ധാരാളം തെളിവുകളുണ്ട്. വയക്ഫീ മിൻ ദാലിക ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഒരൊറ്റ വാക്ക് അതിന് മതി. യാ മൂസാ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിറിസാലതി വബികലാമി, ഞാൻ ജനങ്ങളെക്കാൾ എന്റെ കലാമ് കൊണ്ടും എന്റെ റിസാലത്ത് കൊണ്ടും നിന്നെ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് ധാരാളമാണ്. മതിയാവോളം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശ്രേഷ്ഠതയിൽ ഹദീസുകൾ ശേഷം വരാനുണ്ട്. ഖാല, മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വൽ ഖിളർ, ഇനി ഖിളർ അലൈഹിസ്സലാം വഇൻ കാന നബിയൻ, നബിയാണെങ്കിൽ തന്നെയും, ഒരു നബിയാണെന്ന് വെക്കുക, വലിയല്ല, നബിയാണെങ്കിൽ തന്നെയും, ഫലൈസ ബിറസൂലിൻ ബിത്തിഫാഖ്, ഒരു റസൂലല്ലോ, ഐക്യകണ്ഠേന ഒരു റസൂല് അല്ല. വറസൂലു അഫ്ളലു മിൻ നബിയിൻ ലൈസ ബിറസൂലിൻ, റസൂലല്ലാത്ത ഒരു നബിയേക്കാൾ റസൂലായ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്. ഇനി വലൗ തനസ്സൽനാ അലാ അന്നഹു റസൂലുൻ ഫറിസാലതു മൂസാ അഅ്ളമു വഉമ്മതുഹു അക്സറു ഫഹുവ അഫ്ളലു. ഇനി എന്താണ് ഒരു റസൂൽ എന്ന് തന്നെ നിങ്ങളുടെ വാദപ്രകാരം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് ശ്രേഷ്ഠൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതിനുശേഷം വൈൻ കുൽന, നാം ഇനി പറഞ്ഞാൽ, ഇന്നൽ ഖിളറ ലൈസ ബിനബിയിൻ, ഖിളർ ഒരു നബിയല്ല, ബൽ വലിയുൻ, ഒരു വലിയാണ്. ഖിളർ അലൈഹി സ്വലാം ഒരു നബിയല്ല, ഒരു വലിയാണ്.
എന്ന് തന്നെ ആ ഒരു കൗലിനെ തന്നെ അംഗീകരിച്ചാൽ ഫന്നബിയു നബി അഫ്ളലു മിനൽ വലിയ, വലിയനേക്കാൾ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്, വലിയനേക്കാൾ നബിക്ക് ശ്രേഷ്ഠതയുണ്ട്. വഹുവ അംറുൻ മഖ്തൂഉൻ ബിഹി അഖ്ലൻ വനഖല, അത് അഖ്ല് കൊണ്ടും നഖ്ല് കൊണ്ടും സ്ഥിരപ്പെട്ടതായ ഗണ്ഡിതമായ ഒരു വിഷയമാണ്. മാത്രവുമല്ല ഇനി പറയുന്ന ഒരു വാക്കാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. വസായിറു ഇലാ ഖിലാഫിഹി, ഇതിനെതിരെ സഞ്ചരിക്കുന്ന ആൾ, ഈ പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾ കാഫിറുൻ, അയാൾ കാഫിറാൻ. ലിഅന്നഹു അംറുൻ മഅലൂമുൻ മിന ശർഇ ബിളറൂറ, ശർഇൽ പ്രഥമ ദൃഷ്ട്യ അറിയപ്പെട്ട കാര്യമാണ് എന്ന് ഈ സംഭവത്തെക്കുറിച്ച് മഹാനവറുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും പറയുന്നു, വാദിക്കുന്ന ചില ആളുകൾ ഈ കഥ പിടിച്ചുകൊണ്ട് ശരീഅത്തിന്റെ ഹുക്കുമുകളെ തകർത്തെറിയുന്നുണ്ട് എന്നൊക്കെയും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ സത്യം എന്താണ്? അന്നൽ മുറാദ ബിഹാദൽ ഇത്ലാഖീദുൽ അലമിയ്യതി ബിഅംറിൻ മഖ്സൂസ്, അദ്ദേഹമാണ് നിങ്ങളെക്കാൾ ശ്രേഷ്ഠ അറിവുള്ള ആൾ എന്ന് പറഞ്ഞാൽ ചില അറിവുകളിൽ എന്നു തന്നെയാണ്. അത് ഇതേ ഹദീസിൽ ആര് പറയുന്നുണ്ട്? മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ പറയുന്നുണ്ട്. ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹി അല്ലമനിഹി, എനിക്ക് അല്ലാഹു ചില അറിവുകൾ പഠിപ്പിച്ചു, ആ അറിവിന്റെ മേലാണ് ഞാനുള്ളത്. എങ്ങനെയുള്ള അറിവാണ്? ലാ തഅലമുഹു അൻത, അത് നിങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള ചില അറിവ്. വഅൻത അലാ ഇൽമിൻ, നിങ്ങളൊരു അറിവിന്റെ മേലാണ്. അല്ലമക അല്ലാഹു, അല്ലാഹു അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു മൂസാ നബിയെ, അത് ലാ അലമുഹു, എനിക്കും അറിയില്ല. അതായത് ചില അറിവുകളിൽ ശ്രേഷ്ഠത ആർക്കുണ്ട്? ഖദർ അലൈഹിസ്സലാമിനുണ്ട് എന്നു തന്നെ വിശ്വസിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ ഖദർ അലൈഹിസ്സലാമിനെ ശ്രേഷ്ഠനാക്കാൻ പോയാൽ അൽ-ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങൾ പോലെയുള്ള, ഇമാം ഖുർത്തുബിയെ പോലെയുള്ള ആളുകളുടെ നിലപാട് വസായിറു ഇലാ ഖിലാഫിഹി, ഇതിനെതിരെ പോകുന്ന ആൾ കാഫിറുൻ, കാഫിറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.